തെന്നിന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് നടി പ്രിയാമണി. അടുത്തിടെയായി ബോളിവുഡിൽ നിന്നടക്കം നിരവധി ഓഫറുകൾ പ്രിയാമണിയെ തേടിയെത്താറുണ്ട്. ഡാൻസ് റിയാലിറ്റി ഷോകളിലെ ജഡ്ജായൊക്കെ ഒരു കാലത്ത് തിളങ്ങിയിരുന്നയാളാണ് പ്രിയാമണി. സോഷ്യൽ മീഡിയയിലേറെ സജീവമായ നടിയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്കും ആരാധകർ ഏറെയാണ്. നേരത്തെ പുറത്തിറങ്ങിയ പ്രിയാമണിയുടെ ഭാമകലാപം എന്ന വെബ് സീരീസിന് മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു. അതിനാലാണ് അണിയറ പ്രവർത്തകർ രണ്ടാം ഭാഗവുമായി എത്തിയത്. ഭാമകലാപം 2 പ്രമോഷന് സജീവമായി പ്രിയാമണിയും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. മലയാളത്തിലും തമിഴിലും അടക്കം സൂപ്പർ താരങ്ങൾക്കൊപ്പം സിനിമ ചെയ്തിട്ടും തെലുങ്കിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം സിനിമ ചെയ്യാത്തതിനെ കുറിച്ചാണ് പ്രിയാമണി പ്രതികരിച്ചത്. തമിഴ്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ വലിയ നായകന്മാർക്കൊപ്പം സിനിമ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് തെലുങ്കിൽ ചെയ്തില്ലെന്ന് അവതാരക ചോദിച്ച ചോദ്യത്തിന് പ്രിയാമണിയുടെ മറുപടി ഇങ്ങനെയാണ്: തനിക്ക് രാജമൗലി സാറിനൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. താൻ അദ്ദേഹത്തോടൊപ്പം പണ്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഭാവിയിൽ അദ്ദേഹത്തോടൊപ്പം സിനിമകൾ ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. നല്ല ഓഫറുകൾക്കായി കാത്തിരിക്കുകയാണ്. തെലുങ്കിൽ നിന്ന് എന്നെ വിളിച്ചാൽ തീർച്ചയായും താൻ സിനിമ ചെയ്യും. സിനിമകൾ ചെയ്യണമെന്നുണ്ടെങ്കിലും സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യണം. തനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളും വേഷങ്ങളും ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും പ്രിയാമണി പറയുന്നു. അതേസമയം ഷാരൂഖ് ഖാനൊപ്പം ചെന്നൈ എക്സ്പ്രസിലെയും ജവാനിലെയും വേഷങ്ങൾ ബോളിവുഡിലേക്കും താരത്തിന് പ്രശസ്തി നേടിക്കൊടുത്തു. പ്രൈം സീരീസായ ഫാമിലി മാനിലും പ്രിയാമണി ശ്രദ്ധ നേടി. ചെന്നൈ എക്സ്പ്രസിൽ ഡാൻസ് സീക്വൻസ് ചെയ്ത ശേഷം ബോളിവുഡിൽ നിന്ന് നിരവധി അവസരങ്ങൾ വന്നിരുന്നുവെന്നും അതെല്ലാം നിരസിച്ചുവെന്നും താരം അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. 2017 തന്റെ അടുത്ത സുഹൃത്തായ മുസ്തഫ രാജുമായി പ്രിയാമണി വിവാഹിതയാകുന്നത്. മറ്റുള്ള നടിമാരെ പോലെ വിവാഹത്തിനു ശേഷം അഭിനയം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല. ഭർത്താവിന്റെ പിന്തുണയോടെ അഭിനയത്തിൽ സജീവമാണ് ഇന്നും താരം. അതുമാത്രമല്ല, കൈ നിറയെ ചിത്രങ്ങളും വിവിധ ഭാഷകളിലായി താരത്തിന് ലഭിക്കുന്നുണ്ട്. തെലുങ്ക് ചിത്രത്തിലൂടെയാണ് പ്രിയാമണി തെന്നിന്ത്യൻ താരമായി മാറിയത്. ബോളിവുഡിൽ അവസാനം പുറത്തിറങ്ങിയ പ്രിയാമണിയുടെ സിനിമ ജവാനാണ്. ഒരു കാലത്ത് താരമൂല്യമുള്ള നായിക എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രിയാമണി കൊമേഴ്ഷ്യൽ നായിക എന്നതിനപ്പുറം മികച്ച നടിയാണ്. ഇപ്പോൾ ഭാമകലാപം 2 തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടുന്ന സന്തോഷത്തിലാണ് താരം. അടുത്തിടെയാണ് ഭാമകലാപം 2 വെബ് സീരീസിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. മലയാളത്തിൽ ഇതുവരെ പ്രിയാമണി ചെയ്ത സിനിമകളെല്ലാം വിജയങ്ങളായിരുന്നു. കൊമേഴ്സ്യൽ സിനിമകൾ എന്നതിനപ്പുറം ഒട്ടനവധി കലാമൂല്യമുള്ള സിനിമകളും കഥാപാത്രങ്ങളും അവതരിപ്പിക്കാൻ പ്രിയാമണിക്കായിട്ടുണ്ട്. തിരക്കഥയടക്കമുള്ള സിനിമകൾ അവയിൽ ചിലതാണ്. മലയാളത്തിനും ഹിന്ദിക്കും പുറമെ നിരവധി തമിഴ്, കന്നഡ സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട് താരം. മോഹൻലാൽ, ജിത്തു ജോസഫ് ചിത്രം നേരാണ് അവസാനം പുറത്തിറങ്ങിയ പ്രിയാമണിയുടെ മലയാള സിനിമ. വില്ലൻ കഥാപാത്രമായ സിദ്ദിഖിന്റെ ഒപ്പം നിൽക്കുന്ന വക്കീൽ കഥാപാത്രമായിരുന്നു പ്രിയാമണിയുടേത്. വളരെ നാളുകൾക്ക് ശേഷമാണ് പ്രിയാമണി ഒരു മോഹൻലാൽ സിനിമയുടെ ഭാഗമായത്. നേരെ തിയേറ്ററിൽ വലിയ ഹിറ്റായിരുന്നു. കൂടാതെ പുഷ്പ 2 പ്രിയാമണി എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.